കെ സുധാകരന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കണ്ണൂർ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കട്ടക്കലിപ്പിലാണ് സുധാകരൻ. ഡൽഹിയിലെ ഫ്ളാറ്റിൽ കഴിയുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ KC വേണുഗോപാൽ അടക്കം ഇറങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി പന്തം കൊളുത്തിയെത്തിയ പ്രവർത്തകർ കണ്ണൂർ DCC ഓഫീസ് വളഞ്ഞാണ് പ്രതിഷേധിച്ചത്. കെ സുധാകരന് മാത്രമായി ഇളവ് നൽകാൻ സാധിക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ നിന്നുള്ള 5 MPമാർക്ക് കൂടി സീറ്റ് നൽകണമെന്നും AICC സുധാകരനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ KPCC അധ്യക്ഷന്റെ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റിയപ്പോൾ നൽകിയ ഓഫറാണ് നിയമസഭാ സീറ്റെന്ന് ആവർത്തിച്ച സുധാകരൻ രാഹുൽ ഗാന്ധി വാക്കുപാലിക്കണമെന്ന് അറിയിക്കുന്നുണ്ട്. പ്രചാരണത്തിൽ ഏർപ്പെടാൻ ഇനി 21 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന സ്ഥിതിയായിട്ടും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരെന്ന ധാരണയിൽ എത്താനാകാത്ത വിഷമവൃത്തത്തിലാണ് പാർട്ടി നിൽക്കുന്നത്. സീറ്റിനായി 2 ചേരിയിൽ തമ്മിലുള്ള പിടിവലിയാണ് നടക്കുന്നത്. കൂടുതൽ അനുകൂല MLAമാരെ ലഭിക്കാൻ VD സതീശൻ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ നടത്തുന്ന ചരടുവലികളാണ് തടസ്സമാകുന്നതെന്ന് ജില്ലാ നേതാക്കൾ സ്വകാര്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ നേതൃത്വവുമായി പിണങ്ങി തുടർ ചർച്ചയിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങിയ സുധാകരൻ ചൊവ്വാഴ്ച വീണ്ടും ഡൽഹിയിൽ പോയിരുന്നു. അന്ന് വൈകിട്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിൽ കണ്ണൂർ സീറ്റ് ഒഴിച്ചിടുകയായിരുന്നു. നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതെ സുധാകരൻ ബലം പിടിച്ചു നിൽക്കുന്നതിനാൽ തീരുമാനം ഇനിയും വൈകിയേക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സുധാകരൻ സീറ്റില്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഫോർമുല നേതൃത്വം മുന്നോട്ട് വയ്ക്കുമെന്നാണ് നേരത്തെ കേട്ടിരുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു പേര് ഉയർന്നു വന്നത് സുധാകരനെ കൂടുതൽ ചൊടിപ്പിച്ചു എന്നാണ് പുതിയ വിവരം. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി VD സതീശൻ മുന്നോട്ട് വെച്ച പേരിനോട് KC വേണുഗോപാലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലേക്ക് സുധാകര വിഭാഗവും മാറിക്കഴിഞ്ഞു. സീറ്റില്ലെന്ന് പറയുക മാത്രമല്ല, ചായ്വില്ലാത്തയാളെ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നതാണ് സുധാകരനെ കൂടുതൽ ചൊടിപ്പിച്ചതെന്ന് ഈ പക്ഷം നേതാക്കൾ പറയുന്നുണ്ട്. സുധാകരൻ നിർദ്ദേശിക്കുന്നയാൾക്ക് സീറ്റ് നൽകണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയും എത്തി നിൽക്കുന്നത്. ഡൽഹിയിലുള്ള സുധാകരനെ ചൊവ്വാഴ്ച രമേശ് ചെന്നിത്തല സന്ദർശിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. ചെന്നിത്തലയോടും രൂക്ഷമായി തന്നെയാണ് സുധാകരൻ പ്രതികരിച്ചത്. ഇതിനിടയിൽ തീയ പ്രാതിനിധ്യം എന്ന ആവശ്യമുയർത്തിയും സമ്മർദ്ദം ഉയരുന്നുണ്ട്. VD സതീശൻ മുന്നോട്ട് വെച്ച പേര് ഈ വിഭാഗത്തിൽ നിന്നുള്ളതല്ല എന്നതും സുധാകരനെ കലിപ്പിലാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് കണ്ണൂർ DCC ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ ഇരച്ചെത്തിയത്. DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരന് വേണ്ടി ഫ്ലക്സ് ബോർഡ് വെച്ചാണ് പ്രതിഷേധിച്ചത്. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ കെ സുധാകരൻ എത്തുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ണൂരിന്റെ ഹൃദയമാണ് KS എന്നും ഫ്ലക്സിൽ എഴുതിയിട്ടുണ്ട്. നേരത്തെ പല നേതാക്കന്മാരുടെയും ജാതകം തിരുത്തി എഴുതാൻ ശേഷിയുള്ള കരുത്തിന്റെ പ്രതീകമായ സുധാകരൻ ഇന്ന് ഒരു സീറ്റിനു വേണ്ടി യാചിക്കുന്നത് തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കണ്ണൂരിലെ നേതാക്കന്മാർ പറയുന്നത്. നേരത്തെ നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും സുധാകരന്റെ തലയിൽ സ്ഥാനാർത്ഥിത്വം കെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് KPCC പ്രസിഡന്റ് പദവി കോൺഗ്രസ് തിരിച്ചെടുത്തപ്പോൾ അന്നു നൽകിയ ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു മടങ്ങി വരാനുള്ള അവസരം. എന്നാൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളെല്ലാം പിൻവലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനം പുറത്തു വന്നതോടെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നിരാശയിലേക്ക് വഴിമാറി. സുധാകരന് പുറമെ MK രാഘവൻ, അടൂർ പ്രകാശ് എന്നിവരും മത്സര സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് എത്തി നിന്നത്. എന്നാൽ ഇവിടെ സുധാകരന്റെ നിലപാട് കോൺഗ്രസിനെ ഞെട്ടിക്കുന്നുണ്ട്. മത്സരിക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞ സുധാകരൻ അവസരം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുമെന്നും വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പറയുന്ന സുധാകരന്റെ വാശിക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.